അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. USS എക്സാമിന് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് സഹായകമാകുന്ന, നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഏതാനും ചോദ്യങ്ങളാണ് ടീച്ചർ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 50 ചോദ്യങ്ങളാണ് ടീച്ചർ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലീ രിജിലാനി, എനിക്ക് 2 കാലുകളുണ്ട്. അജ്ലിസു അലാ വജ്ഹിന്നാസ്, ഞാൻ ആളുകളുടെ മുഖത്താണിരിക്കുന്നത്. ഉസാഇദു അയുനിന്നാസ്, ആളുകളുടെ കണ്ണുകളെ ഞാൻ സഹായിക്കുന്നു, അഥവാ കണ്ണുകൊണ്ട് കാണുവാൻ അല്ലെ കാഴ്ച കാണുവാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നു എന്നാണ്. മൻ അന, ഞാൻ ആരാണ്, അതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. ഉക്കാസ, നവാറ, മൊയ്നുസ്സംഇ, അസ്സമ്മാ. ഉക്കാസ എന്ന് പറഞ്ഞാൽ ഊന്നുവടിയാണ്. നവാറത്ത് എന്ന് പറഞ്ഞ കണ്ണടയാണ്. മൊയ്നുസ്സം എന്ന് പറഞ്ഞാൽ കേൾവി സഹായി, അതാണ് മൊയ്നുസ്സം എന്ന് പറയുന്നത്. സമ്മാ എന്ന് പറഞ്ഞാൽ ഇയർഫോണാണ്. ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? നവാറ അല്ലെ കണ്ണടയാണ്. കണ്ണടയാണല്ലോ നമ്മളെ കാണുവാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലെ, കാഴ്ച കാണാത്ത ആളുകൾക്കൊക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് അവൽ സ്വഹീഫത്തുൻ ഫിൽ അറബിയ, അറബിയിലെ ആദ്യത്തെ സ്വഹീഫ, ആദ്യത്തെ പത്രം ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ നോക്കൂ. അൽ വഖായിഉൽ മിസ്രിയ, അന്നജുവ, അദ്ദഅവ, അൽ ജസീറ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ അൽ വഖായിഉൽ മിസ്രിയ എന്നുള്ളതാണ് അറബിയിലെ ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം. സോറ ഡാഷ് കെബീറൻ, അർറജുല, അൽ ബിൻതു, അൽ അഖി, അൽ വലതു. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. ഇതിൽ ഓപ്ഷൻ ഡി അല്ലെ, സോറൽ വലതു കെബീറൻ, അതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം സോറ എന്ന് പറയുന്നത് കാനയുടെ അഖവാത്തിൽ വരുന്നതാണ്. അപ്പോൾ കാനയും കാനയുടെ അഖവാത്തുകളും ഒരു സെൻറ്റൻസിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഇസ്മിന് റഫ്ഉം രണ്ടാമത്തെ ഇസ്മിന് നെസ്ബുമായിരിക്കും. അറിയാലോ നിങ്ങൾക്ക്. ഇവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ നോക്കുന്ന സമയത്ത് അർറജുല എന്നുള്ളത് അതിൻ്റെ അവസാനത്തിൽ എന്താണ് വരുന്നത്? നെസ്ബാണ് വരുന്നത് അല്ലെ, ഫത്തഹാണ് വരുന്നത്. അതുപോലെ അൽ ബിൻതു എന്ന് പറയുന്നത് എന്താണ്? മുഅന്നസ് ആണ്. അവിടെ സോറ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബിൻതാണെങ്കിൽ അവിടെ എന്ത് പറയണം? സോറത്ത് എന്ന് പറയണം. അതുപോലെ തന്നെ അൽ അഖി എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതിന് കിസ്റാണ് വരുന്നത് അല്ലേ. ടീച്ചർ പറഞ്ഞല്ലോ സോറയ്ക്ക് ശേഷം വരുന്നതിന് എന്തായിരിക്കും? റഫ് ആയിരിക്കും, അഥവാ ലം ആയിരിക്കും വരുന്നത്. ശേഷം വരുന്നതിന് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് സോറൽ വലതു കെബീറൻ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ചോദ്യം നോക്കൂ. മൻഹുവ അവ്വലു റഈസുൽ വസ്റാഇ ഫി വിലായത്തി കേരള, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. റഈസുൽ വസ്റ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ എന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. പിണറായി വിജയൻ, EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി നരേന്ദ്രമോദി, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, EMS നമ്പൂതിരിപ്പാടാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം. മാഹിയ ഉംലത്ത് കുവൈറ്റ്, കുവൈറ്റിൻ്റെ നാണയം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റിയാൽ, ഓപ്ഷൻ ബി ഡോളർ, ഓപ്ഷൻ സി ദിർഹം, ഓപ്ഷൻ ഡി ദീനാർ. ഏതാണ് കുവൈറ്റിൻ്റെ നാണയം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ദീനാറാണ് കുവൈറ്റിൻ്റെ നാണയം എന്നുള്ളത്. ആറാമത്തെ ചോദ്യം നോക്കൂ. അർറജുലല്ലദി യഫ്ഹസുൽ മരീദോ ഹുവ, രോഗികളെ പരിശോധിക്കുന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം. അർറജുലു ഒരു വ്യക്തി അല്ലെ, ഒരു മനുഷ്യൻ, ഒരു പേഴ്സൺ. അല്ലദി യഫ്ഹസുൽ മരീദോ, രോഗികളെ പരിശോധിക്കുന്ന വ്യക്തിക്ക് എന്താണ് പറയുക എന്നാണ്. ഓപ്ഷൻ എ തൊബാഹ്, തൊബാഹ് എന്ന് പറഞ്ഞാൽ കുക്ക് അല്ലെങ്കിൽ ഷെഫാണ്, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാണ് നമ്മൾ തൊബാഹ് എന്ന് പറയുക. ബി മുസവ്വിർ, മുസവ്വിർ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫറാണ്. സി മുസമ്മിം, മുസമ്മിം എന്ന് പറഞ്ഞാൽ ഡിസൈനറാണ്. ഓപ്ഷൻ ഡി തൊബീബ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി തൊബീബ് അല്ലെ, ഡോക്ടറാണ് രോഗികളെ പരിശോധിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം നോക്കൂ. ഫിസോഫി ഡേഷ് വലതൻ, ക്ലാസ്സിൽ കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും ക്ലാസ്സിൽ 15 കുട്ടികളുണ്ട് എന്നാണ് പറയേണ്ടത് അല്ലേ. ഓപ്ഷൻ എ നോക്കൂ. ഹംസ അഷറ, ഓപ്ഷൻ ബി ഹംസത്ത് അഷറ, ഓപ്ഷൻ സി ഹംസത്തു അഷറത്ത, ഓപ്ഷൻ ഡി ഹംസു അഷറ. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ ഓപ്ഷൻസുകൾ. ഇതിൽ ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്?
ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം അതത് മാദൂദ് അഥവാ എണ്ണം അല്ലെ, അതുപോലെ എണ്ണപ്പെടുന്ന വസ്തു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് 13 മുതൽ നമ്മൾ നിയമം പറയുന്ന സമയത്ത് എങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എണ്ണപ്പെടുന്ന വസ്തു നോക്കുക, അതായത് മാദൂദ് നോക്കുക. അപ്പോൾ ഇവിടെ വലത് എന്ന് പറയുന്നതാണ് എണ്ണപ്പെടുന്ന വസ്തു. അപ്പോൾ നമുക്കിങ്ങനെ 2 ഭാഗമായിട്ട് വരുന്ന എണ്ണമാണ് എങ്കിൽ ഈ മാദൂദിൻ്റെ തൊട്ടടുത്ത് വരുന്നത് എപ്പോഴും അതിനോട് യോജിച്ച് വരുന്ന രൂപത്തിലായിരിക്കും. അതായത് മാദൂദ് പുല്ലിംഗമാണ് എങ്കിൽ എണ്ണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗവും പുല്ലിംഗമായിരിക്കും. ഇനി മാദൂദ് സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തിൻ്റെ രണ്ടാം ഭാഗവും സ്ത്രീലിംഗമായിരിക്കും. അപ്പോൾ ആ ഒരു രൂപത്തിൽ നോക്കിയിട്ടാണ് നിങ്ങളത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഹംസത്ത അഷറ നിങ്ങൾ നോക്കുന്ന സമയത്ത് വലത് എന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് അഷറ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് പുല്ലിംഗമായിരിക്കണം. അതുകൊണ്ടാണ് ഹംസത്ത അഷറ എന്ന് പറയുന്നത് കേട്ടോ. 8ാമത്തെ ചോദ്യം നോക്കൂ. നളർത്തു ഇല ഉഖ്തിൻ. നളർത്തു ഞാൻ നോക്കി, ഇല ഉഖ്തിൻ സഹോദരിയെ നോക്കി എന്നാണ്. എങ്ങനെയുള്ള സഹോദരിയാണ്? സ്വഈരിൻ, സ്വഈറത്തുൻ, സ്വഈറത്തിൻ, സ്വഈറത്തൻ. ഇവിടെ ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. നളർത്തു ഞാൻ നോക്കി, ഇല ഉഖ്തിൻ സ്വഈറത്തിൻ. ഉഖ്ത് എന്ന് പറയുന്ന സ്ത്രീലിംഗമാണ് അല്ലേ, സഹോദരി. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വഈറത്ത് എന്ന് പറയണം. അതോടൊപ്പം തന്നെ ഇലയ്ക്ക് ശേഷമാണ് ഉഖ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഉഖ്തിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷണമായിക്കൊണ്ട് നാത്തായിക്കൊണ്ടാണ് ശേഷം വരുന്ന പദം വരുന്നത്. അപ്പോൾ ഉഖ്തിൻ എന്താണ് അവിടെ ഇഅ്റാബ് വന്നിട്ടുള്ളത്? അതേ ഇഅ്റാബ് തന്നെ ആയിരിക്കണം അതിൻ്റെ നാത്തായിട്ട് വരുന്ന, അതിൻ്റെ വിശേഷണമായിട്ട് പറയുന്ന പദത്തിനും വരേണ്ടത്. അപ്പോൾ ഉഖ്തിൻ എന്നാണ് പറഞ്ഞ്, അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? സ്വഈറത്തിൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഞാൻ ചെറിയ സഹോദരിയെ നോക്കി എന്നാണ്. 9ാമത്തെ ചോദ്യം. ഫി ഐ ഷഹ്രിൻ നെഹ്തഫിലു യോമിൽ ഉമ്മഹാത്ത്. മാതൃദിനമായിക്കൊണ്ട് നാം ആചരിക്കുന്നത് ഏത് മാസത്തിലാണ് എന്നാണ്. ഏത് മാസമാണ് നമ്മൾ മാതൃദിനമായിക്കൊണ്ട് ആചരിക്കുന്ന ആ ഒരു ഡേ ഏത് മാസത്തിലാണ് വരുന്നത് എന്നാണ്. അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ നോക്കൂ. ഓഗസ്റ്റ്, മായോ, ഒക്ടോബർ, യനായർ അല്ലെ. ഓഗസ്റ്റ്, അതുപോലെ മെയ്, ഒക്ടോബർ, ജനുവരി. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. മെയ് മാസത്തിലാണ് മദേഴ്സ് ഡേ അല്ലെങ്കിൽ മാതൃദിനം ആചരിക്കുന്നത്. ഇനി 10ാമത്തെ ചോദ്യം. അന ഡേഷ് ഞാൻ ഡാഷ് ആണ്. അതായത് ഉസാഇദുന്നാസ് ഞാൻ ആളുകളെ സഹായിക്കുന്നുണ്ട്. അനൽ ബിനാഇ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആളുകളെ സഹായിക്കുന്നുണ്ട് എന്നാണ്. ഓപ്ഷൻ എ മുസമ്മിമാണ്. മുസമ്മിം എന്ന് പറഞ്ഞാൽ ഡിസൈനർ എന്നാണ്. ഓപ്ഷൻ ബി മുഹന്ദിസ് എഞ്ചിനീയർ. ഓപ്ഷൻ സി തൊബീബ് ഡോക്ടർ. ഓപ്ഷൻ ഡി സായിഖ് ഡ്രൈവർ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി മുഹന്ദിസ് ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യം നോക്കൂ. നഖ്താറു ഷാദ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ്. അൽ ഇഫ്തിതാഹ്. ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഇനോഗ്രേഷൻ, ഉദ്ഘാടനം അല്ലേ. ഖുത്ബത്ത് എന്ന് പറഞ്ഞ പ്രസംഗം. കലിമത്തു തർഹീബ് എന്ന് പറഞ്ഞാൽ വെൽക്കം സ്പീച്ചാണ് അല്ലേ, എന്താണ് സ്വാഗത പ്രസംഗം. ഇനി അൽ മുർസിലുൻ ഇലേഹി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ കത്തുകളൊക്കെ അയക്കുന്ന സമയത്ത് ആർക്കാണ് കത്തുകൾ അയക്കുന്നത് അവർക്കാണ് നമ്മൾ മുർസിലുൻ ഇലേഹി എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് അല്ലേ. ഇനി 12ാമത്തെ ചോദ്യം. മാതാ യുഖാലു ഫിൽ അറബിയ ലി MLA. MLA എന്നുള്ളതിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതാണ് MLA എന്നതിൻ്റെ ഫുൾ ഫോം. നോക്കൂ. ഓപ്ഷൻ എ വസീറു തർബിയത്ത് വ താലീം. അതെന്താണ്? അത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഉളൂമുൽ മജ്ലിസ് തശ്രീഇ, അതാണ് നമ്മൾ MLAക്ക് പറയുന്നത് കേട്ടോ. മുദീറുൽ മുഖാത്ത എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടറാണ്. റഈസു മജ്ലിസുൽ ഖറിയ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറാണ്, പഞ്ചായത്ത് സെക്രട്ടറി. അതാണ് റഈസുൽ മജ്ലിസുൽ ഖറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 13ാമത്തെ ചോദ്യം നോക്കൂ. കാനർ റജുലു തഖിയൻ. കാനർ റജുലു അതായത് ഒരു മനുഷ്യൻ, അദ്ദേഹമായിരുന്നു തഖിയൻ. തഖിയൻ എന്ന് പറയുന്നത് തഖ്വയുള്ളവൻ, സൂക്ഷ്മതയുള്ളവനായിരുന്നു. ഇനി തഖിയൻ ഡേഷ് എന്നാണ്. സ്വാലിഹിൻ, സുൽഹിൻ, സ്വാലിഹൻ, സ്വാലിഹുൻ. ഓപ്ഷൻ സി സ്വാലിഹൻ എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം കാനയുടെ ഇസ്മാണ് റജുലു എന്ന് പറയുന്നത്, അതിൻ്റെ ഖബറാണ് തഖിയൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വിശേഷണമായി കൊണ്ട് വന്നതാണ് സ്വാലിഹ് എന്നുള്ളത്. അപ്പോൾ അവിടെ തഖിയൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശേഷം വരുന്ന പദത്തിനും അതുപോലെ തന്നെ നെസ്ബാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാലിഹൻ എന്നാണ് പറയേണ്ടത്. ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അല്ലേ. ഇനി 14ാമത്തെ ചോദ്യം. അൻഷദൽ വലതു കുട്ടി പാടി. എന്താണ് പാടിയത്? അറബിയത്തിൽ നിന്നാണ് കൊടുത്തിട്ടുണ്ടല്ലേ. അറബിയിലുള്ള ഒരു കവിത പാടി എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. നഷീദുൻ, നഷീദൻ, നഷീദത്തുൻ, നഷീദത്തൻ.
നമുക്കറിയാം നഷീദത്തുൻ എന്നാണ് എന്തിനു പറയുന്നത്, നമ്മൾ കവിതയ്ക്ക് ഒരു പാട്ടിന് പറയുന്നത് എന്താണ്, നഷീദത്തുൻ എന്നാണ്. അപ്പോൾ ഇവിടെ അൻഷദ എന്ന് പറയുന്നത് ഫിഅലാണ്, വലത് എന്ന് പറയുന്നത് ഫായിലാണ്, തൊട്ട് ശേഷം വരുന്നത് മഫ്ഊലും ബിഹി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മഫ്ഊലും ബിഹിക്ക് നെസ്ബാണ് വരേണ്ടത്. അപ്പോൾ എങ്ങനെ പറയണം, നഷീദത്തൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, 15ാമത്തെ ചോദ്യം. ഫി ഐ മൊക്കാത്തോത്തിൻ തക്കോ ജാമിയത്ത് മലയാളം. മലയാളം യൂണിവേഴ്സിറ്റി, മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ്. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി തിരൂർ, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഇവിടെ ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി മലപ്പുറമാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി 16ാമത്തെ ചോദ്യം. കം മുഖാത്തൻ ഫി വിലായത്തി കേരള. കേരളത്തിലെ എത്ര ജില്ലകളുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അഷറ 10, ഓപ്ഷൻ ബി ഹംസ അഷറ 15, ഓപ്ഷൻ സി അർബ അഷറ 14, ഓപ്ഷൻ ഡി സലാസ അഷറ. നിങ്ങൾക്കറിയാം കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി അർബ അഷറ എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 17ാമത്തെ ചോദ്യം. അനമർക്കബുൻ, ഞാനൊരു വാഹനമാണ്. ദി ദൂലാബാനി കബീറാനി, എനിക്ക് വലിയ 2 വീലുകളുണ്ട്, ചക്രങ്ങളുണ്ട്. വദൂലാബാനി സ്വൈറാനി, 2 ചെറിയ ചക്രങ്ങളുമുണ്ട്. മൻ അന, ഞാൻ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ നോക്കൂ, അദ്ദറാജ സൈക്കിള്. ഓപ്ഷൻ ബി മുഈനുസ്സം, അതായത് നമ്മുടെ കേൾവി സഹായി. ഓപ്ഷൻ സി കുർസിയുൽ മുത്തഹരിക്ക്, വീൽ ചെയറാണ്. ഓപ്ഷൻ ഡി ഉക്കാസ, ഊന്നുവടി. ഏതായിരിക്കും ശരിയുത്തരം? ഓപ്ഷൻ സി അൽ കുർസിയുൽ മുത്തഹരിക്ക് എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 18ാമത്തെ ചോദ്യം നോക്കൂ. യാ വലത് ഡാഷ് അൽ ജരീദത, അല്ലയോ കുട്ടി നീ പത്രം വായിക്ക് എന്നാണ് പറയേണ്ടത്. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. യഖറ, നീ വായിക്ക്. യഖറ ഓ, അവന് വായിക്കുന്നു. തഖറ ഓ, അവൾ വായിക്കുന്നു. അഖറ ഓ, ഞാൻ വായിക്കുന്നു. ഏതായിരിക്കും ശരിയുത്തരം? ഓപ്ഷൻ എ ആണ് അല്ലേ, യഖറ അൽ ജരീദ. യാ വലദ് യഖറ അൽ ജരീദ എന്നാണ്. 19ാമത്തെ ചോദ്യം. ഐന തഖഉ അൽ ജാമിയത്തുൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അൽ റിയാദ്, ഓപ്ഷൻ ബി അൽ മദീന, ഓപ്ഷൻ സി ബാഗ്ദാദ്, ഓപ്ഷൻ ഡി അൽ കാഹിറ. ഓപ്ഷൻ ഡി അൽ കാഹിറയാണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി 20ാമത്തെ ചോദ്യം. ജിസ്മി നഹീഫുൻ വ തൊവീലുൻ അന ഐനുൽ അഅമ മൻ അന, എൻ്റെ ശരീരം മെലിഞ്ഞ്, നഹീഫിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞതാണ്, വ തൊവീലുൻ നീളമുള്ളതാണ്, അന ഐനുൽ അഅമ കണ്ണ് കാണാത്തതോ അന്ധന്മാരായിട്ടുള്ള ആളുകളുടെ കണ്ണാകുന്നു ഞാൻ എന്നാണ്. ഞാൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മൊഈനുസ്സം, ഓപ്ഷൻ ബി നല്ലോറ, ഓപ്ഷൻ സി ഉക്കാസ, ഓപ്ഷൻ ഡി സമ്മാ. ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ഉക്കാസ, ഊന്നുവടിയാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. 21ാമത്തെ ചോദ്യം. വസുലത്തിൽ ബിന്തു ഇലൽ ബൈത്തി ഡാഷ്, പെൺകുട്ടി വീട്ടിലേക്ക് എത്തി. എങ്ങനെയാണ് എത്തിയത്? ലേറ്റായിട്ട് എത്തി എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായിരിക്കും പറയുന്നത്? മുത്തഅഖിറുൻ, മുത്തഅഖിറൻ, മുത്തഅഖിറത്തുൻ, മുത്തഅഖിറത്തൻ. ഇവിടെ ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി മുത്തഅഖിറത്തൻ എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇത് ബിൻത്താണ് എത്തിയത്, അതുകൊണ്ട് തന്നെ അത് മുഅന്നസാണ്. അപ്പം നമ്മൾ മുത്തഅഖിറത്തൻ എന്നാണ് പറയേണ്ടത്. പിന്നെ ലേറ്റ് ആയിക്കൊണ്ട്, ശരിക്കും അതൊരു ഹാലിനെ, ഒരു അവസ്ഥയെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് അല്ലേ. ആ ഒരു സെൻറ്റൻസ് സംഭവിക്കുന്ന സമയത്ത്, ആ ഒരു ഫിയൽ സംഭവിക്കുന്ന സമയത്ത് ഫായിലിൻ്റെ അവസ്ഥ എന്താണ്? ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതിന് നമ്മൾ അറബിയിൽ ഹാലി എന്നാണ് പറയുക. ആ ഹാൽ എപ്പോഴും മൻസൂബായിരിക്കും എന്നാണ് നിയമം. അതായത് അതിൻ്റെ അവസാനത്തിൽ എപ്പോഴും നെസ്ബായിരിക്കും അഥവാ ഫതഹായിരിക്കും കൊടുക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് മുത്തഅഖിറത്തൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 22ാമത്തെ ചോദ്യം നോക്കൂ. മത്താ വലിദ് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു എപ്പോഴാണ് ജനിച്ചത് എന്നാണ്. ഓപ്ഷൻ എ 1888, ഓപ്ഷൻ ബി 1864, ഓപ്ഷൻ സി 1889, ഓപ്ഷൻ ഡി 1964. ഓപ്ഷൻ സി 1889.
അതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889-ലാണ്. 23-ാമത്തെ ചോദ്യം, അർറജുലുല്ലദീ ഖാമ ബിഇഅദാദി അദ്ദസ്തൂറിൽ ഹിന്ദി, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി PR അംബേദ്കർ, ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി PR അംബേദ്കർ. അതാണ് ശരിയുത്തരം. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് PR അംബേദ്കർ ആണ് എന്നല്ലേ. 24-ാമത്തെ ചോദ്യം, അംസ ഡേഷ് തായിബൻ. അംസ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ്. തായിബൻ ക്ഷീണിതനായിത്തീർന്നു എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ നോക്കൂ. അൽ മുദരിസി, അർ റജുലു, അൽ വലദ, അൽ ഉമ്മി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അംസ എന്ന് പറയുന്നത് കാനയുടെ അഹ്വാത്തിൽപ്പെട്ട പദമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യത്തെ പദത്തിന് ആദ്യത്തെ ഇസ്മിന് റഫ്ഉം ശേഷം വരുന്നത് നസ്ബുമായിരിക്കും. അപ്പോൾ ഇവിടെ കാന റജുലു എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. 25-ാമത്തെ ചോദ്യം, മൻ ഹിയ അവൽ ഷഖ്സിയത്തിൽ അറബിയ നാലത്തെ ജായിസത്ത് മാൻ ബുക്കർ. മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യത്തെ അറേബ്യൻ വനിത ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജൂഹ അൽ ഹാരിസി, ഓപ്ഷൻ ബി സ്റ്റീഫൻ ഹോങ്, ഓപ്ഷൻ സി അബ്ദുള്ള മുഹമ്മദ്, ഓപ്ഷൻ ഡി ഓനിമുൽ മിഫ്താഹ്. ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ജൂഹ അൽ ഹാരിസി എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. 26-ാമത്തെ ചോദ്യം നോക്കൂ. യസ്തഖ്ദിമുൻ നജ്ജാറു, ആശാരി ഉപയോഗിക്കുന്നു എന്നാണ്. ഷാക്കൂഷ് എന്ന് പറഞ്ഞാൽ ചുറ്റിക, സമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇയർഫോണാണ്, മിജ്റഫത്ത് എന്ന് പറഞ്ഞാൽ കൈക്കോട്ടിനാണ് അഥവാ തൂമ്പക്കാണ് മിജ്റഫത്ത് എന്ന് പറയുന്നത്. അൽ ഹാസൂബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ. ഏതാണ് ആശാരി ഉപയോഗിക്കുന്നത്? ഷാക്കൂഷ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 27-ാമത്തെ ചോദ്യം, ഇഖ്തറുൽ ലൊമീർ മിനൽ ആത്തിയ. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ലൊമീറിനെ തിരഞ്ഞെടുക്കുവാനാണ്. അവിടെ കൊടുത്തിട്ടുള്ളതായ ഓപ്ഷൻസുകൾ നോക്കൂ. ലൻ, ഹൽ, അല, ഹുവ. ഇതാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ. നിങ്ങൾക്കറിയാം ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന എന്ന് പറയുന്ന അതിനാണ് നമ്മൾ ലൊമീർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ഹുവ എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. 28-ാമത്തെ ചോദ്യം, ഇഖ്തറിൻ നുഫായാത്തിൽ ഇലക്ട്രോണിയ മിനൽ ആത്തിയ. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ഇലക്ട്രോണിക് മാലിന്യം, ഇലക്ട്രോണിക് വേസ്റ്റ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുവാനാണ്. ഓപ്ഷൻസുകൾ നോക്കൂ. ഓപ്ഷൻ എ ഫലലാത്ത് ത്വാം, ഫുഡിൻ്റെ വേസ്റ്റുകൾ, ഫുഡിൻ്റെ ബാലൻസ് വന്ന ഫുഡിൻ്റെ വേസ്റ്റുകൾ. ഓപ്ഷൻ ബി അത്തിൽഫാസുൽ ഹരിബ്, കേടായിട്ടുള്ള TV. ഓപ്ഷൻ സി ഒലബുൽ ഹലീബ്, പാലിൻ്റെ ബോട്ടിൽ. ഓപ്ഷൻ ഡി ഖിഷറുൽ ബീൽ, മുട്ടയുടെ തൊലി. ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി അത്തിൽഫാസുൽ ഹരിബ് എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 29-ാമത്തെ ചോദ്യം, ഇസ്തഫത്തുല്ലാബ് ഫിൽ മൽഅബി. കുട്ടികൾ ഗ്രൗണ്ടിൽ അണിയായി നിന്നു. മിനസ്സാഅത്തി ഡേഷ്, 9 മണി മുതൽ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിനെന്താണ് പറയേണ്ടത് എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ. അത്താസിഇ, അത്താസിഅത്തി, അത്തിസ്അത്തി, ജമീഉൽ ഇജാബാത്തി സ്വഹീഹൻ. അതായത് എല്ലാ ഉത്തരങ്ങളും ശരിയാണ് എന്നാണ്. ഇവിടെ ഓപ്ഷൻ സി അത്താസിഅത്തി എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇസ്തഫത്തുല്ലാബു ഫിൽ മൽഅബി മിനസ്സാഅത്തി താസിഅത്തി, അതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി 30-ാമത്തെ ചോദ്യം നോക്കാം. ഇഷ്തറത്തിൽ ബിൻതു, പെൺകുട്ടി വാങ്ങിച്ചു എന്നാണ്. സൗബുൻ, സിയാബിൻ, സൗബൻ, സൗബിൻ. പെൺകുട്ടി വസ്ത്രം വാങ്ങിച്ചു എന്നാണ് പറയേണ്ടത്. അവിടെ ഇഷ്തറ എന്ന് പറയുന്നത് ഫിഅലും ബിൻത് എന്ന് പറയുന്നത് ഫായിലുമാണ്. അതുകൊണ്ട് തന്നെ ശേഷം വരുന്നത് മഫ്ഊൽ ബിഹി ആയിരിക്കും. മഫ്ഊൽ ബിഹിക്ക് എപ്പോഴും മൻസൂബായിരിക്കും വരുന്നത്. അപ്പോൾ ഇഷ്തറത്തിൽ ബിൻതു സൗബൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 31-ാമത്തെ ചോദ്യം, അക്കല ഡേഷ് ഖുബ്സൻ, റൊട്ടി തിന്നു. ആരാണ് റൊട്ടി തിന്നത് എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻ എ അൽ വലദി, ഓപ്ഷൻ ബി അൽ വലദു, ഓപ്ഷൻ സി അൽ വലദ, ഓപ്ഷൻ ഡി വലദൻ. ഇവിടെ ഓപ്ഷൻ ബി അൽ വലദു എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം അക്കല എന്നതിൻ്റെ ഫായിലാണ് വലത് എന്ന് പറയുന്നത്. ഫായിലെപ്പോഴും റഫ് ആയിരിക്കും, അതിൻ്റെ അവസാനത്തിൽ ലൊമ്മായിരിക്കും വരുന്നത് എന്ന് മനസ്സിലാക്കുക. 32-ാമത്തെ ചോദ്യം, ഹാഫിൽ ഇബ്രാഹിം ഹുവ ഷാഇറുൻ ഡേഷ്. ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരനായിട്ടുള്ള കവിയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സൗദിയുൻ, ഓപ്ഷൻ ബി മിസ്രിയുൻ, ഓപ്ഷൻ സി ഉർദുനിയുൻ, ഓപ്ഷൻ ഡി യാബാനിയൻ. അതായത് സൗദി, അതുപോലെ ഈജിപ്ത്, ജോർദാൻ, അതുപോലെ തന്നെ ജപ്പാൻ. അതാണ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസുകൾ. ഇതിലേതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി മിസ്രിയാണ് ശരിയുത്തരമായിട്ട് വരുന്നത്.
33-ാമത്തെ ചോദ്യം ത്വാഇറുൽ ഹിന്ദി അൽ വത്നി, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ഉറാബ് കാക്ക, ഓപ്ഷൻ ബി ലക്ക് ലക്ക് കൊറ്റി, ഓപ്ഷൻ സി തോഊസ് മയില്, ഓപ്ഷൻ ഡി ബബ്ആ തത്ത. ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി തോഊസ് ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. 34-ാമത്തെ ചോദ്യം അസ്ബഹ തോലിബു, വിദ്യാർത്ഥി ആയിത്തീർന്നു. അസ്ബഹയുടെ ഇസ്മാണ് തോലിബ് എന്ന് പറയുന്നത്. ശേഷം വരേണ്ടത് അതിൻ്റെ ഖബറാണ്. അപ്പം നമുക്കറിയാം അസ്ബഹ എന്ന് പറയുന്നത് കാനയുടെ അഖവാത്തിൽ പെടുന്നതാണ്. അതിൻ്റെ ആദ്യത്തെ ഇസ്മിന് റഫും രണ്ടാമത്തതിന് നസ്ബുമായിരിക്കും. അപ്പോൾ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് എന്ന് നോക്കൂ. ഓപ്ഷൻ എ കാരിഅൻ, ഓപ്ഷൻ ബി മാഷിയുൻ, ഓപ്ഷൻ സി റാജിഇൻ, ഓപ്ഷൻ ഡി നായിമൻ. ഇവിടെ ഓപ്ഷൻ എ കാരിഅൻ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. 35-ാമത്തെ ചോദ്യം മൻ കതബ റിവായത്ത് സയ്യിദാത്തുൽ ഖമർ, സയ്യിദാത്തുൽ ഖമർ എന്നുള്ള നോവൽ എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റീഫൻ ഹോക്കിംഗ്, ഓപ്ഷൻ ബി ജൂഹ അൽ ഹാരിസി, ഓപ്ഷൻ സി ഓനിമുൽ മിഫ്ത, ഓപ്ഷൻ ഡി അബ്ദുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ജൂഹ അൽ ഹാരിസി എന്നുള്ളതാണ് ശരിയുത്തരം. 36-ാമത്തെ ചോദ്യം നോക്കൂ. സഅലൽ വാലിദു, പിതാവ് ചോദിച്ചു, ഫി ഹഖീബത്തിക്, നിന്റെ ബാഗിൽ എന്താണ് എന്ന് പിതാവ് ചോദിച്ചു എന്നാണ് വരേണ്ടത്. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. ഐന എവിടെ, മാത എന്ത്, കൈഫ എങ്ങനെ, മത്ത എപ്പോൾ. ഏതായിരിക്കും ശരിയുത്തരം? സഅലൽ വാലിദു മാത ഫി ഹഖീബത്തിക്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 37-ാമത്തെ ചോദ്യം നോക്കൂ. മാതാ യുഖാലി ഹാദിൽ അലാമ, അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ഷേപ്പ് അതിനെന്താണ് പറയുക എന്നാണ് ചോദ്യം. അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം എന്താണ്? ത്രികോണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ത്രികോണത്തിന് പറയുന്നത്? ഓപ്ഷൻ എ അൽ മുസല്ലസ്, ഓപ്ഷൻ ബി അൽ മുറബ്ബ, ഓപ്ഷൻ സി അദ്ദാഇറ, ഓപ്ഷൻ ഡി അസുലുസ്. അൽ മുസല്ലസ് എന്നാണ് സാധാരണ നമ്മൾ ട്രയാങ്കിളിന് പറയുന്നത് കേട്ടോ. അൽ മുറബ്ബ എന്ന് പറഞ്ഞ സ്ക്വയർ ആണ്. ദാഇറത്തി എന്നുള്ളത് സർക്കിളിന് പറയുന്നതാണ് ദാഇറത്തി എന്നുള്ളത്. അസുലുസ് എന്നുള്ളത് 1/3, അതായത് 1/3 എന്ന് പറയാനാണ് നമ്മൾ സുലുസ് ഉപയോഗിക്കുക. ഇവിടെ ഓപ്ഷൻ എ അൽ മുസല്ലസ് എന്നുള്ളതാണ് ശരിയുത്തരം. അടുത്ത ചോദ്യം നോക്കൂ. 38-ാമത്തെ ചോദ്യം അല്ലഫ ഡാഷ് കിതാബ് ഖിസ്സത്ത് തജാരിബി മഅൽ ഹഖീഖ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി അബുൽ കലാം ആസാദ്. ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 39-ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് മിനൻ നുഫായാത്തി തൊബിയ, താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രകൃതി മാലിന്യങ്ങളിൽ പെട്ടത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ അത്തിൽഫാസുൽ ഖരിബ്, കേടായിട്ടുള്ള TV. അതുപോലെ ഓപ്ഷൻ ബി ഖിഷ്റുൽ ബീല്, മുട്ടയുടെ തൊലി. ഓപ്ഷൻ സി അദ്ദഫാത്തിറുൽ ഖദീമ, പഴയ നോട്ട് പുസ്തകങ്ങൾ. ഓപ്ഷൻ ഡി അൽ അക്ലാമുൽ മുത്തക്കസ്സിറ, പൊട്ടിയ അല്ലെങ്കിൽ കേടായിട്ടുള്ള പേനകൾ എന്നാണ്. ഇവിടെ ഓപ്ഷൻ ബി ഖിഷ്റുൽ ബീൽ എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 40-ാമത്തെ ചോദ്യം മൻ ഹുവ അവൽ റയീസിൽ മുസറ ഫിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ പ്രണബ് മുഖർജി, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. 41-ാമത്തെ ചോദ്യം ബദഅതു ദിറാസത, ഞാൻ പഠനം ആരംഭിച്ചു. എവിടെയാണ്? അൽ മദ്രസത്തിൽ ഇബ്തിദായിയ, പ്രൈമറി സ്കൂളിൽ എന്നാണ്. അപ്പോൾ അവിടെ ഏത് ഹർഫാണ് അവിടെ വെച്ച് കൊടുക്കേണ്ടത് എന്നാണ്. അല, ബി, ഫി, ലി. ഏതായിരിക്കും? ഓപ്ഷൻ സി അല്ലെ, ഫി എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 42-ാമത്തെ ചോദ്യം മാ മൗദൂഉ ഫി റിവായത്തി സയ്യിദാത്തുൽ ഖമർ, സയ്യിദാത്തുൽ ഖമർ എന്ന് പറയുന്ന നോവലിൻ്റെ അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്, അതിൻ്റെ വിഷയം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസുകൾ നോക്കൂ. ഖിസ്സത്തു ആയിലത്തിൻ ഒമാനിയ, ഒരു ഒമാൻ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് എന്നാണ്. ഓപ്ഷൻ ബി ഖിസ്സത്തുൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെ കഥ. ഖിസ്സത്തുൽ ഖമർ, ചന്ദ്രൻ്റെ കഥ. ഖിസ്സത്തു ദാരിസീൻ, വിദ്യാർത്ഥികളുടെ കഥ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ഖിസ്സത്തു ആയിലത്തിൻ ഒമാനിയ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് കേട്ടോ. 43-ാമത്തെ ചോദ്യം നുഷ്റത്ത് അവൽ സ്വഹീഫത്തിൽ അറബിയ മിൻ, ആദ്യത്തെ അറബി പത്രം അത് പബ്ലിഷ് ചെയ്തത് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അസ്സഊദി, ഓപ്ഷൻ ബി അൽ ഖാഹിറ, ഓപ്ഷൻ
സി കൂഫ, ഓപ്ഷൻ ഡി ഫിലസ്തീൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, അൽ ഖാഹിറ. കെയ്റോയിൽ നിന്നാണ് ആദ്യത്തെ അറേബ്യൻ പത്രം പബ്ലിഷ് ചെയ്തത്. ഇനി 44-ാമത്തെ ചോദ്യം. ഡാഷ് ഫാത്തിമത്തു സഹ്റൻ. ഫാത്തിമ പൂ, ഖതഫ ഖതഫ്തു തഖ്തിഫു യഖ്തിഫു. ഖതഫ പറിച്ചു, ഖതഫ്തു ഞാൻ പറിച്ചു, തഖ്തിഫു അവൾ പറിക്കുന്നു, യഖ്തിഫു അവൻ പറിക്കുന്നു. ഇവിടെ ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? തഖ്തിഫു എന്നുള്ളതാണ്. ഫാത്തിമ എന്ന് പറയുന്നത് എന്താണ്? മുഅന്നസ് ആണ്, സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ ഫിയാലും ഇവിടെ എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. അപ്പോൾ ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി തഖ്തിഫു എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 45-ാമത്തെ ചോദ്യം നോക്കൂ. ഇസ്തയഖലൽ വലദു മിനൻ നൗമി. കുട്ടി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഈ ഒരു സെൻറ്റൻസ് ജുംല ഇസ്മിയയാണോ, ഇസ്മിയ ആയിട്ടുള്ള സെൻറ്റൻസ് ആണോ, അതല്ല ജുംല ഫിയാലിയാണോ, മഫ്ഊലും ബിഹി ആണോ, അല്ലെങ്കിൽ ഫിയാലു മുലാരി? ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് എന്നാണ്. ഇത് ഇസ്തയഖല എന്ന് പറയുന്നത് ഫിയാലാണ്. ഫിയല കൊണ്ട് ആരംഭിക്കുന്ന സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ജുംല ഫിയാലിയ എന്നാണ് പറയേണ്ടത് കേട്ടോ. 46-ാമത്തെ ചോദ്യം നോക്കൂ. ഐന കിതാബു കി യാ ഡാഷ്. ഐന കിതാബു കി, നിൻ്റെ പുസ്തകം എവിടെ? അപ്പോൾ അവിടെ നമുക്ക് കീ കണ്ടത് കൊണ്ട് തന്നെ, അതായത് കിതാബു കി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു പെണ്ണിനോടായിരിക്കും ചോദിക്കുന്നത്, ഒരു സ്ത്രീയോടായിരിക്കും ചോദിക്കുന്നത് എന്ന്. അപ്പം ഐന കിതാബു കി യാ അബി ഇബിനി ഉഖ്തി ദാരിസ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഐന കിതാബ് കിയ ഉഖ്തി എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയുത്തരം. 47-ാമത്തെ ചോദ്യം. അവ്വലു വസീർ തർബിയ വ തഅലീം ഫി വിലായത്തി കേരള. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സി എച്ച് മുഹമ്മദ് കോയ, ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ സി വി ശിവൻകുട്ടി, ഓപ്ഷൻ ഡി ഇ ടി മുഹമ്മദ് ബഷീർ. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 48-ാമത്തെ ചോദ്യം. ലെൻ ബി അത്തന. ലെൻ ബി അത്തന, ഞങ്ങളുടെ പരിസ്ഥിതി, അതായത് നുഫ്സിദു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വൃത്തികേടാക്കുന്നു, കുഴപ്പത്തിലാക്കുന്നു എന്നാണ്. നുഫ്സിദ, നുഫ്സിദ്, നുഫ്സിദ്. അപ്പോൾ ഇവിടെ ലെൻ വന്നത് കൊണ്ട് തന്നെ ലെൻ നുഫ്സിദ എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ ഒരിക്കലും എന്താണ്? കുഴപ്പത്തിലാക്കുകയില്ല. എന്ത്? ബി അത്തന, ഞങ്ങളുടെ പരിസ്ഥിതിയെ ഞങ്ങൾ ഒരിക്കലും കുഴപ്പത്തിലാക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ലെൻ എന്ന് പറയുന്നത് അൻ, ലെൻ, ഇതൻ, കൈ. ഇതിന് നമ്മൾ നെസ്ബിൻ്റെ അദാത്തുകൾ, അഥവാ ഇതൊരു ഫിയാല മുലാരിയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്ന ഫിയാല മുലാരിക്ക് അവസാനത്തിൽ ഫത്തഹാണ് കൊടുക്കേണ്ടത്, അഥവാ നെസ്ബാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലെൻ നഫ്സുദ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 49-ാമത്തെ ചോദ്യം. മൻ അസ്സസ ജാമിയത്ത് അലിഗഡ് അൽ ഇസ്ലാമിയ. അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അബ്ദുൽ കലാം, ഓപ്ഷൻ ബി സയ്യിദ് അലി അൽ ഹാഷിമി, ഓപ്ഷൻ സി സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഓപ്ഷൻ ഡി ഷാജഹാൻ. ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 50-ാമത്തെ ചോദ്യം. ദാരിസത്തുൻ, ദാരിസാത്തുൻ, കലമുൻ, അഖ്ലാമുൻ, കിതാബുൻ, കുത്തുബുൻ, വസീറുൻ ഡാഷ്. അതായത് ദാരിസത്തുൻ എന്നതിൻ്റെ ജം ആണ് ദാരിസാത്ത് എന്ന് പറയുന്നത്. കലമുൻ എന്നതിൻ്റെ ജം ആണ് അഖ്ലാം എന്ന് പറയുന്നത്. കിതാബുൻ എന്നതിൻ്റെ ജം ആണ് കുത്തുബ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വസീർ എന്നതിൻ്റെ ജം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. വസീറാത്തുൻ, വുസറാഉൻ, ഔസാറുൻ, വുസുറുൻ. ഇവിടെ ഓപ്ഷൻ ബി വുസറാ എന്നുള്ളതാണ് വസീർ എന്നതിന് ജം ആയിട്ട് വരുന്നത്. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ഇനി 50 ചോദ്യങ്ങൾ കൂടി ഇതിന് ശേഷം ടീച്ചർ അടുത്ത ഭാഗമായിക്കൊണ്ട് പാർട്ട് 2 ആയിക്കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ള വിദ്യാർത്ഥികളെ ടീച്ചറുടെ ചാനൽ കയറിയിട്ട് കണ്ടു നോക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.